നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതികളുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥർക്ക് ഇനി എളുപ്പം പരാതിപ്പെടാം. പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ച QR കോഡ് സ്കാൻ ചെയ്ത് അപ്പോൾ തന്നെ ഓൺലൈനായി പരാതി രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് നിലവിൽ വന്നത്. ഫോം വന്നു കഴിഞ്ഞു, ഗൂഗിൾ ഫോം വന്നു കഴിഞ്ഞു. അതില് പേര് മേലെ വെക്കാം. അപ്പോൾ ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് അറിയാൻ പറ്റും അവരുടെ എന്താണ് ഒരു പ്രശ്നം എന്നുള്ളത്. തുടങ്ങി തൃപ്തരല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴെ ഈ രഹസ്യമായിരിക്കും സംഭവം. ഇതിന്റെ പേരിൽ വേറെ പോലീസുകാരുടെ പെരുമാറ്റം, പരാതി സ്വീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ ഇക്കാര്യം അറിയിക്കാൻ QR കോഡ് ഉപയോഗിക്കാം. സംസ്ഥാന വ്യാപകമായി വരുന്ന പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ്. മലപ്പുറത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനായുള്ള QR കോഡ് പതിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദുരനുഭവം നേരിട്ടാൽ എളുപ്പത്തിലും വേഗത്തിലും സ്റ്റേഷനിൽ നിന്നു തന്നെ പരാതിപ്പെടാമെന്നതാണ് ഇതിന്റെ മേന്മ. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ഈ പരാതികൾ ലഭിക്കുക. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ IPS പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ഒരു പുതിയ സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണിപ്പോൾ ഇവിടെ ഈ മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഒഫീഷ്യൽ ഇന്നോഗ്രേഷനാണ് ആ പദ്ധതിയുടെ. മറ്റൊന്നല്ല, സ്റ്റേറ്റ് പോലീസ് ചീഫ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുന്നുണ്ടെന്നും പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട്, പരാതി അന്വേഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ FIR ഇട്ട് കഴിഞ്ഞാൽ FIRന്റെ കോപ്പി പരാതിക്കാരൻ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആയത് ഉറപ്പുവരുന്നതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു QR കോഡ്, അത് പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയോ FIRന്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര്, ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിൽ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന് താഴെ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ടാവും എന്തുകൊണ്ട് തൃപ്തരല്ല എന്നുള്ളത്. ഓപ്ഷൻസ് പരാതി പ്രോപ്പറായി സ്വീകരിച്ചിട്ടില്ലേ, പരാതിക്ക് റെസീപ്റ്റ് കിട്ടിയിട്ടില്ലേ, FIR ഇട്ടതിന് അതിന്റെ കോപ്പി കിട്ടിയില്ലേ തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എന്റെ ഓഫീസിൽ കിട്ടും. അത് അവിടെ നിരീക്ഷിക്കുന്നതായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്പെഷ്യലായിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടി അപ്പം തന്നെ റിയൽ ടൈമായിട്ട് തന്നെ നമുക്ക് അവരുടെ പരാതിക്ക് പരിഹാരം കാണാൻ പറ്റും. അവർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് എന്താണോ കിട്ടേണ്ട നീതി അത് കിട്ടാനുള്ള നടപടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷനാണ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇത് അവരുടെ QR കോഡ് പതിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആളുകൾക്ക് കുറച്ചുകൂടി പോലീസിന്റെ സേവനം സുതാര്യമായ രീതിയിൽ നടപ്പാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ തൃശൂർ ജില്ലയിൽ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. തൃശൂർ സിറ്റിയിൽ ഇത് ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. അവിടെ അവർക്ക് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ജില്ലയായതുകൊണ്ട് ഇപ്പോൾ തിരൂര് തന്നെ ചങ്ങരംകുളം ഭാഗത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കോത്തുവൽ ഭാഗത്തുള്ള ആളുകൾക്ക് ഒക്കെ, കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ അവർക്ക് അവരുടെ പരാതിക്ക് പരിഹാരം കിട്ടിയില്ല എന്ന് എന്നോട് നേരിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് അവരുടെ സമയനഷ്ടം, ധനനഷ്ടമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ ടൈമായിട്ട് തന്നെ ജില്ലാ പോലീസ് ഓഫീസിലേക്ക് അറിയിക്കുന്നതിനും അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് നടപടി നടപ്പാക്കി കൊടുക്കുന്നതായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. തൃശൂർ സിറ്റി ഓൾറെഡി നടപ്പാക്കിയിട്ടുണ്ട്, നമ്മളത് നടപ്പാക്കാൻ പോവുകയാണ്.
പരാതി എസ് ഓഫീസിൽ നിന്നാണോ പരാതി പരിശോധിക്കൽ ഈ അഭിപ്രായം പരിശോധിക്കാൻ? അതെ അതെ അതെ, എന്റെ ഓഫീസിൽ എനിക്ക് എന്റെ ചേംബറിൽ ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഉണ്ട്. ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ പോലീസ് സ്റ്റേഷനിലും അത് പ്രത്യേകം അത് നടപ്പിൽ വരുത്തുന്നുണ്ടോ, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ഒരു ക്രോസ് ചെക്ക് ചെയ്യുന്ന ടീമിനെ കൂടി ഇട്ടിട്ടുണ്ട്. അവരത് ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.